ഇതുപോലെയൊക്കെ ആയിരുന്നു ഞാനും. ഞാനും മമ്മൂട്ടിയൊക്കെ ആയിട്ടേ ആ ഫോട്ടോയിൽ കാണുന്ന പോലെയൊക്കെ തന്നെയാണ്. അതിന് ആ ഒരു റിലാക്സ് ചെയ്യുന്ന സമയം, അല്ലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്ന സമയം, അല്ലെ ഇന്ന് ഷൂട്ടിംഗ് ഇല്ല എന്ന് പറയുന്ന സമയം. ഞാൻ എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾക്ക് വേറൊരു ഇന്റർവ്യൂ വരാം. ഞാനും മരിച്ചുപോയ രതീഷും മമ്മൂട്ടിയും കൂടെ കൂടി ചെന്നൈയിൽ നിന്ന് ഒരു ഫിയറ്റ് വണ്ടി രതീഷ് ആദ്യമായിട്ട് മേടിക്കണം, യൂസ്ഡ് വണ്ടി അന്ന്. അവിടുന്ന് ഞങ്ങൾ എറണാകുളം വരെയുള്ള ഒരു യാത്രയുണ്ട്, മനസ്സിലായില്ലേ? അതൊരു വലിയ എപ്പിസോഡാണ്, അതെപ്പോഴെങ്കിലും പറയാം. അതെന്തായിരുന്നു യാത്രയിൽ എന്തായിരുന്നു ഞങ്ങളും അതായത് ഒരു രസം, ഒരു ഡ്രൈവ്, ലോങ് ഡ്രൈവ്. ആ വണ്ടി എടുക്കുന്നു, വണ്ടി എടുത്ത് പെട്ടെന്ന് അറിയിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ചെന്നൈയിൽ നിന്ന് പുറപ്പെടുവാണ്. ആദ്യമായിട്ട് കാറയിൽ അങ്ങനെ ഒരു ഇത്രയും വലിയ ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവ് പോകുന്നതെന്ന് എനിക്ക് ഓർമ്മ. പിന്നെ അതിനേക്കാളും ഞങ്ങൾ 3 പേരും തമ്മിലുള്ള, ഞങ്ങൾ പലയിടത്ത് നിർത്തുന്നു, ചിലയിടത്ത് റൂം എടുത്ത് അവിടെ കിടക്കുന്നു, പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പോരുന്നു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. കുറേ ലെജൻസിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ചില യുവ സംവിധായകരൊപ്പം പോയി അഭിനയിക്കുമ്പോൾ എന്താണ് എന്തെങ്കിലും വ്യത്യാസം തോന്നാറുണ്ടോ? ഏത് ടെക്നോളജി മാറിയാലും ക്രിയേഷൻ എന്ന് പറയുന്നില്ലേ, അത് ക്രിയേറ്റീവ് മൈൻഡുള്ള അന്നത്തെ, ഇപ്പം പറയുകയാണെങ്കിൽ ഇന്ന് ഈ ടെക്നോളജി വികസിച്ചതൊപ്പം അതനുസരിച്ചുള്ള കഴിവുള്ള പ്രതിഭകൾ നിരവധി പേർ വരുന്നു. പക്ഷേ ഈ ഡയറക്ടേഴ്സിന് ആണ് മലയാള സിനിമയുടെ എല്ലാം എന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചതും സിനിമയിൽ അതിന് പറ്റിയ പ്രൊഡ്യൂസേഴ്സിന്റെ ഇടയിലും ഹീറോമാരുടെ ഇടയിലും എല്ലാം. അന്ന് ഹീറോസിന്റെ ആയിരുന്നു സിനിമ, അല്ല ഡയറക്ടറാണ് ഒരു സിനിമയുടെ നെടുന്തൂണ്, ക്യാപ്റ്റൻ എന്ന് എല്ലാവരിലേക്ക് എത്തിച്ചത്. അത് ജനങ്ങളിലേക്ക് മാത്രമല്ല സിനിമയിലുള്ളവരിലും എത്തിച്ചത്. അതിന്റെ ക്രെഡിറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശശിയേട്ടനുള്ളതാണ്, അതായത് IV ശശി. മാസ് സിനിമകളുടെ പിന്നെ ആ കാലഘട്ടത്തിൽ ഒന്ന് ആലോചിക്കണം. ഇന്നിപ്പോൾ ഫ്രെയിം കാണാം, അതൊരു സ്പോട്ട് എഡിറ്റിംഗ് ഇരിപ്പുണ്ട്. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് മൈനസ്, അല്ലെ ആ ഫ്ലവർ വൈസ് ഇച്ചിരൂടെ ഒന്ന് മാറ്റാം, ഇപ്പം നിങ്ങൾ ചെയ്ത പോലെ ഇതൊന്നും ചെയ്യാം, എല്ലാം ഉണ്ട്. നേരത്തെ അതൊന്നുമില്ല. ഒരു വ്യൂ ഫൈൻഡറിലൂടെ മാത്രമായിരുന്നു ഈ ഫ്രെയിം മുഴുവനും കണ്ടുകൊണ്ടിരുന്നത്. അന്നേരം അവരുടെ ഒരു എക്സ്പെർട്ടൈസോ അത്രയ്ക്ക് വിഷൻ വേണം. അന്നേരം അതേ വിഷൻ ഇപ്പോഴും ഉണ്ട്. ഇവര് സ്പോട്ട് എഡിറ്റിങ്ങിലൂടെയോ അല്ലെങ്കിൽ അന്നേരമോ കാണുന്നുണ്ടെങ്കിൽ തന്നെയും ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇതൊന്നുമില്ലല്ലോ. സ്ക്രിപ്റ്റ് പൂർണ്ണമാക്കി കഴിയുമ്പോൾ ഇവർ അന്നേരം തീരുമാനിച്ചിട്ടുണ്ട് ഓരോ ഫ്രെയിമും അതിന്റെ എന്താ പറയുക എല്ലാം ഇവർക്കുണ്ട്. ഇന്നുള്ള പിള്ളേർ ഇപ്പം ഞാൻ കുറേ പുതിയ സിനിമകളൊക്കെ കാണും. ഞാൻ സിനിമ എമ്പടി കാണുന്ന ആളാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ. അന്നേരം ഞാൻ ഇങ്ങനെ സിനിമ കണ്ടപ്പോൾ പുതിയ കുറേ സിനിമകളുണ്ട്, എടുത്തു പറയാനായിട്ട് കുറേ സിനിമകളുണ്ട്. അത് തമിഴാണെങ്കിലും തെലുങ്കാണെങ്കിലും നമ്മുടെ ഇപ്പം മലയാള പടങ്ങൾ, അതൊക്കെ ചില സിനിമയൊക്കെ ഉഗ്രനാണ്. ഈ മലയാള സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുമ്പോൾ ഇപ്പൊ ജോജി പോലുള്ള സിനിമകൾ, ഇല്ലെങ്കിൽ അത്തരം കുറെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ചില സിനിമകൾ, ഇതൊക്കെ കാണുന്ന സമയത്ത് അതിന്റെയൊക്കെ ഭാഗമാകാൻ തോന്നില്ലേ? പിന്നെ ലിജോയുടെ ആദ്യത്തെ പടത്തിൽ ഞാനുണ്ട്. ഇനി എന്നെങ്കിലും എപ്പോഴെങ്കിലും എനിക്ക് പറ്റിയൊരു കഥാപാത്രം വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കാത്തിരിക്കുന്നവരിൽ ഒരാളാണ് അദ്ദേഹം.